ലോകത്തെ ഏറ്റവും ധനികനായ ദൈവങ്ങളിൽ ഒരാളായ പത്മനാഭസ്വാമിക്ക് പോലും നമ്മൾ ഈ രീതിയിൽ വർഷം തോറും ചെലവിന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്വതന്ത്രം എന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ക്ഷേത്രങ്ങളെ പൂജാകാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വിശ്വാസികൾ തന്നെ അതാത് പ്രദേശത്ത് ആ ക്ഷേത്രത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ ചേർത്ത് പിരിവിട്ട് അത് നടത്തിക്കൊണ്ടു പോകണം. പക്ഷേ സത്യത്തിൽ 1960 മുമ്പ് ഇവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇവരന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നമ്പലമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മനുഷ്യന് ചെന്ന് പറ്റുന്ന സ്ഥലമല്ല, ദിവ്യ ജ്യോതി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. 1970-കൾക്ക് ശേഷമാണ് ഈ പൊന്നമ്പലമേടിലേക്ക് പോകാനായിട്ട് 3 വഴിയുണ്ടെന്ന് കണ്ടെത്തുന്ന ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ പത്രപ്രവർത്തനം നടത്തുന്നവരാണല്ലോ. അവരെവിടെയും പോയി ലൈവ് കാണിക്കുന്നവരാണ്. അവർ കടലിൻ്റെ അടിയിൽ പോയി വേണമെങ്കിൽ ലൈവ് കാണിക്കും, ഹിമാലയത്തിൽ പോയി വേണമെങ്കിൽ ലൈവ് എടുക്കും. പക്ഷേ ആ ദിവസം അവിടെ പോയി ഒരു ലൈവ് അവർ ഇതുവരെ കാണിക്കുന്നില്ല. വേണമെങ്കിൽ അന്ന് അവിടെ പോയി ലൈവ് കാണിക്കാമല്ലോ. ഇതാ മകരവിളക്കിൻ്റെ മണ്ഡപം ഉരുകി കഴിഞ്ഞു, ഇതാ ദേവസ്വം ബോർഡ് എത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ KSBക്കാർ എത്തി കഴിഞ്ഞു, ഇതാ 10 ചാക്ക് കർപ്പൂരം എത്തി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാവിലെ പോലെ അവിടെ ലൈവ് കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല, ഇതൊരു പ്രശസ്തമായ സിനിമയിലെ ഡയലോഗാണ്. ഈ ചർച്ചയും ഈ ഡയലോഗുമായിട്ടൊരു ബന്ധമുണ്ട്. ശബരിമലയും അവിടുത്തെ ദൈവമായ അയ്യപ്പനുമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്കറിയാവുന്നതുപോലെ ശബരിമല എല്ലാ കാലത്തും വിവാദങ്ങളുടെ പിടിയിലായ ഒരു ക്ഷേത്രമാണ്. ഈ അടുത്ത ദിവസം പരശുരാമൻ കൊണ്ടുവന്ന തന്ത്രി പോലും ആ പ്രശ്നത്തിൻ്റെ ഒരു ഇതിൽപ്പെട്ട് ഉഴറുകയാണ്. ശബരിമലയെ സംബന്ധിച്ച് അയ്യപ്പൻ്റെ ജനനം, അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളുടെയും ജനനം പോലെ തന്നെ വളരെ വിചിത്രമായ ഒരു ജനനമാണ് അയ്യപ്പൻ്റെ ജനനം. ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും കഥ വെച്ച് നോക്കുമ്പോൾ പോലും ലോജിക്ക് ശരിയാകാത്ത ഒരു ജനന കഥയാണ് അയ്യപ്പൻ്റെത്. നമുക്ക് ആദ്യം ആ കഥയിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. രാകേഷ്, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ അത് കെട്ടുകഥകളും ഭാവനകളും ഒക്കെയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഭക്തന് അതിൽ വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം അവൻ്റെ ആചാരങ്ങളെയൊക്കെ എങ്കിൽ മാത്രമേ സാധുതയുള്ളതാക്കി മാറ്റും. അയ്യപ്പൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരാണം എന്ന് പറഞ്ഞാൽ ഹരിഹരപുത്രൻ എന്നുള്ളതാണ്. അതായത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രൻ. ഇങ്ങനെ ഒരു കഥ ഹിന്ദു പുരാണങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. പ്രധാനപ്പെട്ട 18 ഹിന്ദു പുരാണങ്ങളിൽ ഇതിൽ പാലാഴി മദനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിഷ്ണു പുരാണത്തിലും ഭാഗവത പുരാണത്തിലും മഹാഭാരതം ആദിപർവ്വത്തിലൊക്കെ പാലാഴി മദനമുണ്ട്. അറിയാലോ പാലാഴി മദനം. അത് വലിയൊരു ഭാവനയാണ്. കാരണം അന്നത്തെ കാലത്തെ ആൾക്കാർ ഈ പശുവിനെയൊക്കെ കറന്നും ഈ പാലൊക്കെ കടഞ്ഞ് ആ ഒരു ഭാവന. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബിഗ് ബഡ്ജറ്റ് ഭാവനയാണ്. ജെയിംസ് കാമറൂൺ രാജമൗലി ലെവലിൽ വലിയൊരു പാല് കൊണ്ടുള്ളൊരു കടലിൽ ഒരു പർവ്വതത്തെ ഇട്ട് കടയുന്ന ഒരു ഭാവന. അപ്പോൾ അത് പാലാഴി മദനം നടക്കുന്നു. അതിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. TV വരുന്നുണ്ട്, MRI സ്കാൻ മിഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വാസുകി വാള് വയ്ക്കുന്നുണ്ട്, ശിവൻ അത് കുടിക്കുന്നുണ്ട്, പാർവതി കൊങ്ങയ്ക്ക് കുത്തി പിടിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം അവസാനം ധന്വന്തരി അമൃതകുംഭമായിട്ട് വരികയാണ്. ഈ അമൃതകുംഭം തട്ടാപ്പിള്ളാർ തട്ടിയെടുത്തുകൊണ്ട് പോയി. അത് വീണ്ടെടുക്കാൻ വേണ്ടി മഹാവിഷ്ണു ആദ്യമായിട്ട് മോഹിനിയുടെ ഒരു വേഷം കെട്ടി പോയി വീണ്ടെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ മോഹിനി വേഷം കണ്ട് സ്വന്തം ഭാര്യ പാർവതി അടുത്ത് നിൽക്കുന്ന പോലും വകവയ്ക്കാതെ പരമേശ്വരൻ വളരെ കാമപരവശനായി ഓടിയെടുക്കുകയും, പക്ഷെ മറ്റൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം സ്പർശനെ പാപം ദർശനെ പുണ്യം എന്ന നിലപാടെടുത്തുകൊണ്ട് രേതസ് ഉതിർക്കുകയും ആ രേതസ് വീണ സ്ഥലങ്ങളാണ് ഭൂമിയിൽ പൊന്നും വെള്ളിയും വിളയുന്ന സ്ഥലങ്ങളായിട്ട് മാറിയെന്ന് ഒരു കഥയുണ്ട്. ഈ കോളാർക്കനികളൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ ഈ പുരാണങ്ങളിലെ കഥ. പക്ഷേ ഈ മോഹിനിയെ പറ്റി പറയുമ്പം രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മോഹിനി പുരാണങ്ങളിൽ 3 തവണയാണ് വരുന്നത്. അതിൽ ഈ 2 തവണയും അസുരന്മാരുടെ ബുദ്ധിക്കും ശക്തിക്കും മുന്നിൽ പകച്ചു നിന്ന ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ചതിയിലൂടെയും പ്രലോഭനത്തിലൂടെയും കാമാസക്തിയുടെയും ഒരു പര്യായമായിക്കൊണ്ടാണ് മോഹിനി വരുന്നത്. നേരായ വഴിക്ക് രക്ഷപ്പെടാൻ പറ്റാതെ, ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ് മോഹിനി വരുന്നത്. ഒന്നും പറ്റാത്ത സമയങ്ങളിലാണ് ഈ ഹണി ട്രാപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം ഇത്രയേ ഉള്ളൂ പുരാണത്തിലെ കഥ, ഹിന്ദു പുരാണങ്ങളിലെ കഥ. പക്ഷേ പിന്നീട് ഈ 2 പുരുഷ കഥാപാത്രങ്ങൾ തമ്മിൽ സുഹൃത്തിൽ ഏർപ്പെട്ടെന്നും അതിലൊരാളുടെ തൊട പിളർന്നു, ഒരു കുട്ടി പുറത്തു വന്നു എന്നുള്ളതൊക്കെ ഈ പിന്നീട് വന്ന പ്രാദേശികമായ കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ ഈ കുട്ടി ആണ് പന്തള രാജാവിന് കിട്ടുന്നത്. അപ്പോൾ പന്തള രാജാവിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 14-ാം നൂറ്റാണ്ടിനൊക്കെ ഇപ്പുറമാണ് പന്തള രാജവംശം ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് കൃതയുഗത്തിലാണ്. ഈ പന്തള രാജാവ് കലിയുഗം എന്ന് പറയുന്നത് 4,32,000 വർഷം കൊണ്ടുണ്ട്. അതിനു മുമ്പ് ദ്വാപരയുഗമുണ്ട്, അത് 8,64,000 വർഷമുണ്ട്. ത്രേതായുഗമുണ്ട്, അത് 12,96,000 വർഷമാണ്.
അതിന് മുമ്പാണ് കൃതയുഗം, അതായത് സത്യയുഗം എന്ന് പറയുന്നത് 17,28,000 വർഷം. ഇതെല്ലാം കൂടെ ഒരു 40 ലക്ഷം വർഷമുണ്ട്. അപ്പം ഈ കുട്ടി 40 ലക്ഷം വർഷത്തോളം ഈ പമ്പാതീരത്ത് കിടന്നിട്ടുണ്ടാവണം. ഇനി മനുഷ്യവർഷവും ദിവ്യവർഷവും തമ്മിൽ വ്യത്യാസം പറയുന്നുണ്ട്. 360 മനുഷ്യവർഷങ്ങളാണ് ഒരു ദിവ്യവർഷം എന്നുള്ള കണക്കി നോക്കിയാൽ പോലും 11,000 വർഷത്തോളം ഈ കുട്ടി ഇവിടെ കിടക്കണം. അത്രയ്ക്കൊരു വലിയൊരു ലോജിക്കില്ലായ്മ. പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിൽ മഷിപുരുണ്ട പൂർണ്ണനാഥോപാഖ്യാനം പോലുള്ള ഗ്രന്ഥങ്ങളിലാണ് ഈ സാധനം പിന്നീട് വെളിച്ചം കാണുന്നത്. അതുപോലെ മാർക്കണ്ഡേയ പുരാണത്തിലെ മഹിഷാസുരൻ്റെ കസിൻ സിസ്റ്ററായിട്ടൊരു മഹിഷിയെ ഇതിൽ സന്നിവേപ്പിച്ചു. ഇതൊക്കെ ഈ ഭൂതനാഥോപാഖ്യാനത്തിലൂടെ വരുന്നതാണ്. ഈ ഭൂതനാഥോപാഖ്യാനത്തിൽ തന്നെ ഈ കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവാണല്ലോ ഈ ഗ്രന്ഥം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ 41 ദിവസത്തെ വ്രതം അതുപോലുള്ള പല കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് ആ ഗ്രന്ഥം പറയുന്നത്. അതിനുശേഷമാണ് ശബരിമലയിലെ പല ആചാരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ചരിത്രകാരന്മാർ പ്രത്യേകം പറയുന്നൊരു ഇപ്പം പറയാറുള്ള ഇപ്പോൾ യുക്തിവാദികളായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധൻ്റെ ഒരു പുതിയ സൃഷ്ടിയാണ് അയ്യപ്പൻ എന്നുള്ളത്. ഈ 1929 ഈ കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് ഭൂതനാഥോപാഖ്യാനം എഴുതുന്നത്. നമുക്കറിയാം സാഹിത്യകാരന്മാർ എങ്ങനെയാണ് ഒരു സാഹിത്യകൃതി സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ചെറിയൊരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ അവതാറാക്കി മാറ്റുവാനും RRR മാറ്റുവാനും അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അത്തരത്തിൽ ഈ ശബരിമലയുടെ പരിസരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വില്ലടിച്ചാൻ പാട്ടുകൾ, അയ്യപ്പൻ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വീരപുരുഷനായിട്ടുള്ള മണികണ്ഠനെയൊക്കെ ചേർത്തിട്ടാണ് കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് ഈ കിളിപ്പാട്ട് എഴുതുന്നത്. ഒരു കിളിപ്പാട്ട് രൂപത്തിലാണ് ഭൂതനാഥോപാഖ്യാനം എഴുതപ്പെടുന്നത്. അതിനൊരു പൗരാണിക പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി മഹാത്മ്യത്തിലെ മഹിഷാസുരൻ്റെ സഹോദരിയായിട്ടുള്ള മഹിഷിയെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ അത്ഭുത പരിവേഷം, അതായത് ഒരു ദൈവിക പരിവേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണൻ കർത്താവ് ചെയ്യുന്നത് അത്ഭുതങ്ങളെയും ഈ സൂപ്പർ നാച്ചുറൽ എലിമെൻസിനെയും ചേർക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട ഭൂതനാഥോപാഖ്യാനം എന്ന് പറയുന്ന ഒരു കൃതി അനേക ലക്ഷം ഭക്തരെ പറ്റിച്ചും അവരെ ചതിച്ചും പറ്റിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു കാരണമായി എന്നുള്ളതാണ്. അതുപോലെ ഈ ഭൂതനാഥോപാഖ്യാനം എന്ന് പറയുന്നത് വ്യക്തമായൊരു ബ്രാഹ്മണ പക്ഷപാതിത്വം ഇതിൽ കൊണ്ടുവരുന്നൊരു ഗ്രന്ഥം കൂടിയാണ്. അപ്പോൾ അതിൽ അയ്യപ്പൻ്റെ കഥാപാത്രം ശാസ്താവ് 12 രാജാവിനോട് പറയുന്നതായിട്ട് ഒരു ഭാഗമുണ്ട്. അതായത് പണ്ട് വർണ്ണം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് കർമ്മഭേദത്താൽ 4ആയി പിരിഞ്ഞു. അതിൽ ബ്രാഹ്മണൻ എൻ്റെ മുഖമാകുന്നു, ക്ഷത്രിയർ എൻ്റെ കൈകളാകുന്നു, വൈശ്യർ എൻ്റെ തുടകളാകുന്നു, ശൂദ്രർ എൻ്റെ പാദങ്ങളാകുന്നു. ഈ 4 വർണ്ണങ്ങളിലും പെടാത്തവരാണ് ചണ്ടാളൻ, അവർ എൻ്റെ പൃഷ്ഠഭാഗമാകുന്നു എന്ന് ഭൂതനാഥോപാഖ്യാനത്തിൽ പറയിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അതിൽ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് മോക്ഷം കിട്ടിയ മഹിഷിയാണ്, അല്ലാതെ ചീരപ്പഞ്ചറയുടെ മകൾ അല്ലെങ്കിൽ അല്ല, കഥാപാത്രമല്ല. അതേപോലെ തന്നെ ഇതിൽ അവസാനം ഒരുപാട് കാമിക റോളുകളൊക്കെ വരുന്നുണ്ട്. ഈ അഗസ്ത്യമുനി വരുന്നുണ്ട്, പരശുരാമൻ വരുന്നുണ്ട്. പരശുരാമനാണ് ഈ ക്ഷേത്രം, അതെല്ലാ ക്ഷേത്രങ്ങളും തോമസ് ലീഹ കുരിശു വെച്ച പോലെ എല്ലാ ക്ഷേത്രങ്ങളും പണിഞ്ഞത് പരശുരാമനാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു ബ്രാഹ്മണ പക്ഷപാതത്തിലോട്ട് ഈ സാധനത്തെ കൊണ്ടുവരുന്നതിന് ഈ ഭൂതനാഥോപാഖ്യാനം സഹായിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെയാണ് ഞാൻ മുമ്പ് ചോദിച്ച ബുദ്ധൻ്റെ കാര്യം. ബുദ്ധനെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ ചരിത്രകാരന്മാർ ഉന്നയിച്ചിട്ടുള്ള കാര്യം. അതെ, ഈ അയ്യപ്പൻ ബുദ്ധനാണോ അല്ലയോ എന്നുള്ളത് കേരളത്തിലെ ചരിത്രകാരന്മാർക്കിടയിൽ നടക്കുന്ന വലിയൊരു സംവാദം തന്നെയാണ്. ഈ അയ്യപ്പൻ ബുദ്ധനാണ് എന്നതിൻ്റെ തെളിവായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശൂരനാട് കുഞ്ഞൻപിള്ളയെ പോലെയുള്ള ഭാഷാ ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആര്യ എന്ന പദവും അയ്യ എന്ന പദവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ഈ അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അയ്യ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് ബുദ്ധവിഹാരങ്ങളായിരുന്നുവെന്നും അത് പിന്നീട് ബ്രാഹ്മണിക്കൽ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ് എന്നും അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ബുദ്ധൻ ഇരിക്കുന്നത് യോഗ രീതിയിലാണ് ഇരിക്കുന്നത്. അത് സാധാരണ അയ്യപ്പനും അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ അയ്യപ്പൻ്റെ കാലുകൾ കെട്ടുന്ന യോഗ പട്ടം അത് നമ്മൾ കാണുന്നത് ബുദ്ധനിലാണ്. അതുപോലെ ബുദ്ധൻ്റെ മുദ്ര ഉണ്ട്, കൈകൾ കൊണ്ടുള്ള ഒരു മുദ്ര ഉണ്ട്. ആ മുദ്രയും നമുക്ക് ഇവിടെ അയ്യപ്പനിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ 18 പടികളെ കുറിച്ചുള്ളതാണ്. ഈ 18 പടികൾ 18 പുരാണങ്ങളാണ് എന്ന് ഹിന്ദുമത വിശ്വാസികൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ബുദ്ധമതത്തോടാണ് കൂടുതൽ അടുപ്പമെന്ന്, അതായത്
അഷ്ടാംഗമാർഗവും പഞ്ചേന്ദ്രിയ നിഗ്രഹങ്ങളും മറ്റ് ഉയർന്ന ഗുണങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പനെ ബുദ്ധനുമായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചരിത്രകാരന്മാർ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രമുഖ ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. MGS നാരായണനെ പോലുള്ള ഡോക്ടർ MGS നാരായണൻ പുള്ളി പറഞ്ഞത് അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യനാരാണെന്നാണ്. മാത്രമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു 8-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമേ ഉള്ളൂ. ശബരിമലയ്ക്ക് തന്നെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി 1960-കളിലാണ് ആ പ്രശസ്തി വരുന്നത്. അതുപോലെ തന്നെ MG ശശിഭൂഷൺ അദ്ദേഹം പറയുന്നത് 108 ശാസ്താക്കന്മാരുണ്ട്, അതിൽ ഒന്നാണ് ശബരിമല അയ്യപ്പൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമുണ്ട്, അവിടെ ചെപ്പേടുകളെന്ന് പറയും, ഈ ചെമ്പോലകൾ, അതിൽ രേഖപ്പെടുത്തിയേക്കുന്ന ഒരു ചെമ്പോല 9-ാം നൂറ്റാണ്ടിൽ പറയുന്നത് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവാണ്. ഉപദേവനായിട്ട് അയ്യപ്പനുണ്ട്. വേദിയ ചാത്തൻ എന്നാണ് പറഞ്ഞത്. വേദിയ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെയാണ്, ചാത്തൻ എന്ന് പറയുന്നത് ശാസ്താവാണ്. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിൽ ഗുഹാനാഥ ക്ഷേത്രം, അവിടെ തന്നെ ഉപദേവനായിട്ട് അയ്യപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ രേവന്ത എന്ന് പറഞ്ഞ നമ്മുടെ ഉത്തരേന്ത്യയിലെ ഒരു ദൈവം, അദ്ദേഹം ആ ഒരു ദൈവത്തെക്കുറിച്ച് നമ്മുടെ അസ്കോ പർപ്പോള എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട്. പുള്ളി ഈ ഇൻഡോ സ്ക്രിപ്റ്റ് വായിച്ചാണ്. പുള്ളി പറഞ്ഞത് ഈ രേവന്തയും ഈ അയ്യനാരും എല്ലാം ശാസ്താവും അയ്യപ്പനും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അയ്യപ്പൻ വാജി വാഹനമാണ്. കുതിരയെന്ന് പറഞ്ഞാൽ ആര്യൻ മൈഗ്രേഷൻ ഉണ്ടായതിനു ശേഷം കുതിര ഒരു കാരണവശാലും ഇവരുടെ ദ്രാവിഡരുടെ ഒരു രീതിയിലേക്ക് വരുന്നില്ല. കാരണം കുതിരയെ മെരുക്കാൻ അവർക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ശാസ്താവ് തന്നെയാണ് അയ്യപ്പൻ, അയ്യപ്പൻ തന്നെയാണ് ശാസ്താവ്, അത് തന്നെയാണ് അയ്യനാർ. അയ്യനാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ അറിയാമല്ലോ, അത് ഈ വന്നിയാർ സമുദായത്തിൻ്റെ ഒരു കുലദൈവമാണ് ഈ അയ്യനാർ. അയ്യനാരുടെ ഈ അമ്പലങ്ങളിൽ ഇപ്പം അയ്യപ്പൻ്റെ വിഗ്രഹവും അല്ല ഇത് വെക്കുന്നുണ്ട്, ഈ പടവും വെക്കുന്നുണ്ട്. ഈ അയ്യപ്പൻ പാട്ടുകളിലൊക്കെ ഈ വാവരി എന്ന് പറയുന്നത് ഒരു തുർക്കിയിൽ നിന്ന് കുതിരക്കച്ചവടക്കാരൻ വന്നു എന്നുള്ളൊരു പാട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കേസരി ബാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഉത്തമത്തിൻ്റെ സ്വാധീനം ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അയ്യപ്പൻ കുട്ടിച്ചാത്തനാണെന്നൊരു വാദമുണ്ട്. അതായത് ഈ ആദിമകാലത്തെ സംഘകാലഘട്ടത്തിലെ ദൈവം കൊട്രവയുടെ മകൻ ചേയോനാണ്, അത് മലയാളത്തിലെ കരിനീലിയുടെ മകൻ ചാത്തനാണ് അയ്യപ്പൻ എന്നൊരു കാര്യമുണ്ട്. അത് കുറിഞ്ചിമലയുടെ 5 തിണകളുള്ളിൽ കുറിഞ്ചിമലയുടെ ദൈവമായ ചാത്തനാണെന്നുള്ളത്. അത് 1730 പന്തളം അധികാരിയുടെ ഒരു തിരുവടാളപ്പട്ടത്തിൽ, എനിക്ക് തോന്നുന്നത് പുലിക്കോട്ട് കേരളം കണ്ടൻ അദ്ദേഹത്തിൻ്റെ തിരുവടാളപ്പട്ടത്തിൽ ഒരു പ്രയോഗമുണ്ട്. ഈ ശബരിമലത്ത് മേട്ടുംപുറത്ത് ഈ കുരുതിക്കായിട്ട് 26 ഇടങ്ങഴി ഉണക്കലരിയും 56 ഇടങ്ങഴി പഴയരിയും ചന്ദനവും സാമ്പ്രാണിയും വെളിച്ചെണ്ണയും 36 ആടുകളെയും കൊടുക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആടുകളെ കൊടുക്കുന്ന നമ്മുടെ അജബലി, പണ്ട് ശബരിമലയിൽ ആടുബലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കൊട്രവേ ദേവിക്കാണ് ആടുബലി കൊടുക്കുന്നത്. 1928 ഇത് നിർത്തിയത്, ദേവപ്രശ്നം നടത്തിയാണ് നിർത്തിയത്. അതങ്ങനെയാണല്ലോ, ഒരു പുതിയ ആചാരം കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിലവിലുള്ള ഒരു ആചാരം കളയുമ്പോഴോ അത് ദേവൻ പറഞ്ഞു എന്നുള്ളത് ഇതിൽ മനുഷ്യൻ തന്നെ പറയുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ ദേവപ്രശ്നം. അപ്പം ദേവപ്രശ്നം നടത്തിയാണ് ഈ അജബലി ഒഴിവാക്കിയത്. ഈ അയ്യപ്പൻ അയ്യനാരാണ് എന്ന് തെളിയിക്കുന്നതിന് ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി MGSനെ പോലെയുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാസ്താവ് എന്നുള്ള വിളി. ശാസ്താവ് എന്ന് ശാസിക്കുന്നവനെ വിളിക്കുന്നതാണ്. ആർക്കും ശാസിക്കുന്നവനാകാം, ആർക്കും ശാസ്താവാകാമെന്ന് MGSനെ പോലെയുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ TA ഗോപിനാഥ റാവു തൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഹിന്ദു ഐക്കോണോഗ്രാഫി എന്ന പുസ്തകത്തിൽ അയ്യനാരും അയ്യപ്പനും ഒന്നു തന്നെയാണെന്ന് നിസ്സംശയം പറയുന്നുണ്ട്. യാതൊരു കൺഫ്യൂഷൻ അദ്ദേഹം അതിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അയ്യനാരുടെ മിത്തിൽ അയ്യനാരും ഈ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ അയ്യനാർക്ക് ഈ അയ്യനാർക്കും പുലിവാഹനമുണ്ട് എന്നൊക്കെയുള്ളത് ഈ ശ്രദ്ധേയമായിട്ടുള്ള സാമ്യങ്ങളാണ്. അതുപോലെ അയ്യനാരുടെ ക്ഷേത്രത്തിൽ നമുക്ക് കറുപ്പുസ്വാമിയെ കാണാൻ പറ്റും. ഈ ശബരിമല ക്ഷേത്രത്തിലും അത്തരത്തിലുള്ള കറുപ്പുസ്വാമിയെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചരിത്രവും മിത്തും ഇതൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാം തമ്മിൽ വൈരുദ്ധ്യങ്ങളും സാമ്യങ്ങളും ഒക്കെ കാണാൻ പറ്റുമെന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഈ മലയരയരുടെ ഒരു അവകാശവാദമുണ്ട്. ഈ 1100-ാം ആണ്ടിലാണെന്ന് തോന്നുന്നു അവർ ഈ അവകാശവാദത്തിൻ്റെ ഒരു രേഖ പറയുന്നുണ്ട്. അതായത് കണ്ടൻ്റെയും കറുത്തമ്മയുടെയും ഒരു മകനായിട്ട് ശബരിമലയിൽ തന്നെ ഒരു ഗുഹയിൽ അയ്യപ്പൻ ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അടുത്ത കാലത്തൊരു കേസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവകാശവാദമൊക്കെ സംബന്ധിച്ച്. അതും
പക്ഷേ അത് ഈ ബുദ്ധൻ ആണെന്ന് പറഞ്ഞ ചരിത്രകാരന്മാർ ഇവരുടെ ഈ അവകാശവാദം തള്ളിക്കളയുന്നുണ്ട്. കാരണം അവിടെ കല്ല് കീറിയുള്ള കൊത്തുപണിയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവർക്ക് അതിനുള്ള കഴിവില്ലെന്നാണ് ഈ വെള്ളനാട് രാമേന്ദ്രനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അയ്യപ്പൻ്റെ അവകാശത്ത് ഒരുപാട് അവകാശികളുണ്ടല്ലോ. ഇപ്പോൾ ചീരപ്പഞ്ചിറയുടെ കാര്യം തന്നെ പറയാമല്ലോ. അപ്പോൾ അതിൽ ഈ പണ്ട് ഈ ചേർത്തല, ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെ ജന്മികളിലെ ഈ കൊള്ളക്കാർ ആക്രമിക്കാൻ വരും. ഉദയൻ്റെ പട ആക്രമിക്കാൻ. ഉദയൻ്റെ പട എന്ന് പറഞ്ഞാൽ സുന്ദരപാണ്ഡ്യനോടൊപ്പം വേണാട് ആക്രമിക്കാൻ വന്ന മറവപ്പടയിൽ കുറച്ച് പേര് പോവാതെ അവിടെ തങ്ങി നിന്നവരാണ്. അപ്പോൾ അവർ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ സഹായത്തിന് ഈ കളരിയാശാരന്മാരെയൊക്കെ സഹായം തേടും. ഇപ്പോൾ മുഹമ്മ ഭാഗത്തുള്ള ഈ ചീരപ്പഞ്ചിറ പണിക്കരാശാൻ്റെ സഹായം തേടിയെന്നും, പക്ഷേ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ആ മറവപ്പട ആക്രമിച്ച് സ്വത്തും അവിടുത്തെ ഒരു രാജകുമാരിയും കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം പിന്തുടർന്ന് പോയി ഉദയനെ കീഴ്പ്പെടുത്തി സ്വത്തും രാജകുമാരിയും കൊണ്ടുവന്നു. പക്ഷേ മറവപ്പടയുടെ കൂടെ പോയതുകൊണ്ട് ആ രാജകുമാരി പിന്നീട് സ്വീകരിച്ചില്ല. ആ വിശാല മനസ്സനായ ആശാൻ തന്നെ ആ രാജകുമാരി വിവാഹം കഴിക്കുകയും അതിലുണ്ടായൊരു കുട്ടിയാണ് ഈ അയ്യപ്പൻ. അത് അയ്യൻ, ഇട്ടി, കണ്ടൻ, കോരൻ എന്നൊക്കെ ഈ അന്നത്തെ ഈഴവവാദപ്പെട്ട ആൾക്കാരുടെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ കുട്ടി. അതാണ് പിന്നീട് കൊട്ടാരത്തിൽ തിരിച്ചു വരികയും പിന്നെ പുലിപ്പാൻ്റെ കഥയൊക്കെ അറിയാലോ. പിന്നെ അവരുമായിട്ട് കൂട്ടുകൂടുകയും പിന്നെ ഉദയനോട് പോയി പ്രതികാരം ചെയ്തിട്ട് ശബരിമലയിൽ വെച്ച് മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് അവർ ശിഷ്യന്മാർ അവിടെ തന്നെ അടക്കിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് എരുമേലിയിൽ വെച്ച് വാവരാണ് ഇനി പിന്നെ സംശയിച്ച് വാവരെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കളിപ്പാട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പണ്ട് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു പൂജാരി, വീരശൈവ വിഭാഗത്തിൽപ്പെട്ടൊരു പൂജാരി ജയന്തൻ എന്നൊരാൾക്ക് പിന്നെ പന്തളം രാജകൊട്ടാരത്തിലെ മോഹിനി എന്ന് പറഞ്ഞ ഒരു രാജകുമാരിയിൽ ഈ മോഹിനിയെ ഈ ഉദയനൻ തട്ടിക്കൊണ്ടുപോയി ഉദയനൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ജയന്തൻ രക്ഷിക്കുന്നതാണ്. അവർക്ക് ഉണ്ടായൊരു പുത്രനാണ് അയ്യൻ എന്ന് പേരിട്ട്. അതാണ് കേരളവർമ്മൻ എന്നറിയപ്പെടുകയും ശബരിമല ക്ഷേത്രം പുതുക്കിപ്പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അതിൽ ഈ വീരശൈവൻ, അത് ശൈവർ, അതേപോലെ മോഹിനി, വിഷ്ണു ഭക്തർ അങ്ങനെ ചേർന്നാണ് ഈ ഹരിഹര സൂനോട്ട് ലയിപ്പിച്ചതെന്നൊക്കെ ഉള്ള ആ രീതിയിലുള്ള സന്നിവേശമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സേനാനായകനാണ്. അതാണ് ചീരപ്പഞ്ചിറയിൽ വിദ്യയൊക്കെ അഭ്യസിച്ച ഒരു സേനാനായകനായിരുന്നു അയ്യപ്പൻ. ആ രീതിയിലുള്ളൊരു കഥകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ ഈ പന്തളത്തിൻ്റെ രാജകുമാരിയായിട്ട് പ്രണയത്തിലായിരുന്നു. ആ അയ്യപ്പനെ ശബരിമല വെച്ച് കൊലപ്പെടുത്തിയെന്നും അതിൻ്റെ ഒരു പ്രേതബാധ, അതിൻ്റെ ഒരു ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ ആ വിഗ്രഹത്തിൽ കുരുതിയൊക്കെ കൊടുത്ത് അങ്ങനെ പൂജ നടത്തി. ഇങ്ങനെ കഥകൾ അയ്യപ്പൻ പാട്ടുകളിൽ ഒരുപാടുണ്ട്. ഈ ചീരപ്പഞ്ചിറ കുടുംബവുമായിട്ടുള്ള അയ്യപ്പൻ്റെ ബന്ധം ഈ മലയരയ വിഭാഗത്തിൻ്റെ ശക്തി കൂട്ടുന്ന വാദങ്ങളാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ മലയരയ വിഭാഗത്തിൻ്റെ തെളിവുകൾ നമുക്ക് 1818 ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് കണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിലും ഈ മലയരയ വിഭാഗത്തിന് ഇവിടെ ഉണ്ടായിട്ടുള്ള സ്വാധീനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തുന്നുണ്ട്. ഇതൊരു കാലത്ത് മലയരയ വിഭാഗം ചെയ്ത തേനഭിഷേകമായിരുന്നു എന്നും അവകാശപ്പെടുന്ന ചരിത്രകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഈ 2018 കേസ് നടക്കുന്ന സമയത്ത് മലയരയ വിഭാഗത്തിലുള്ള ആളുകൾ മലയരയ മഹാസഭ കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ചീരപ്പഞ്ചിറ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു 10 ഐതിഹ്യങ്ങളെങ്കിലും ഉണ്ട്. അതായത് അയ്യപ്പൻ പൂഴിയംഗം പഠിക്കാനായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ഒരു ഗുരുക്കളുടെ മകളായിട്ടുള്ള ലളിതാംബിക, ആ പേര് പല രീതിയിൽ പറയും, ലീലയെന്ന് പറയുന്നുണ്ട്, ലളിതാംബിക എന്ന് പറയുന്നുണ്ട്, പൂങ്കൊടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുമായിട്ട് പ്രണയത്തിലായി. അയ്യപ്പൻ പ്രണയത്തിലായില്ല, അവൾ പ്രണയത്തിലായിട്ട് അയ്യപ്പനോട് ഇഷ്ടം പറഞ്ഞ് അയ്യപ്പനൊപ്പം പറഞ്ഞ് ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ പൂങ്കൊടിയാണ് ഇന്ന് നമ്മുടെ ശബരിമലയിൽ വന്നിരിക്കുന്ന മാളികപ്പുറത്തമ്മയെന്നും പറഞ്ഞൊരു കഥയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ട കഥയ്ക്ക് അത് മായ എന്നാണ് ആ രാജകുമാരിയുടെ പേര്. അതായത് ശബരിമലയിലെ ഈ പന്തളം കുടുംബത്തിലെ രാജകുമാരി, അവളെ ഈ ചീരപ്പഞ്ചിറ തറവാട്ടിൽ ഈ ഉദയൻ ആക്രമിക്കുന്ന സമയത്ത് ചീരപ്പഞ്ചിറ തറവാട്ടിൽ കൊണ്ട് വിടുകയും അവിടെ വെച്ച് ഈ ഗുരുക്കളുടെ അനന്തരവനുമായിട്ട് ഒരു ബന്ധമുണ്ടായ ഒരു കുട്ടി ഉണ്ടാകുന്നതായിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ കഥകൾ ഇതെല്ലാം വാമൊഴിയാണ്, ഇതിനൊന്നും ഒരു തെളിവോ അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല. അതുപോലെ ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു പ്രസക്തി ഇതിൽ വലിയ ഇതാണ്. അപ്പം ഈ പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കുട്ടിയുടെ വെച്ച് അങ്ങനെയാണല്ലോ. പന്തളം കൊട്ടാരം കേരളത്തിൽ വന്നത് ഒരു 14ാം നൂറ്റാണ്ടൊക്കെ ആയതിനു ശേഷം എന്നേ പറയാൻ പറ്റൂ. കാരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറഞ്ഞേക്കുന്നത് ഈ പൂഞ്ഞാർ രാജാവ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ വസ്തു വാങ്ങിയത് 1190 അതിനുശേഷം 1200 ഈ തൊടുപുഴ ഒരു കീഴ്മല നാട്ടുരാജാവിൻ്റെ കൈവശം നിന്ന് കണ്ണൻദേവൻ മല ഈ പൂഞ്ഞാർ രാജാവിന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പൂഞ്ഞാർ രാജാവൊക്കെ വന്നൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ പന്തളത്തിൻ്റെയൊക്കെ പന്തളത്തിൻ്റെയൊക്കെ ഒരു ആവിർഭാവം വരുന്നത്. അത് പല കാരണങ്ങളാൽ പാണ്ഡ്യദേശത്തു നിന്ന് ഓടി വന്ന ആൾക്കാർ, അത് സുന്ദരപാണ്ഡ്യൻ്റെ സൈന്യം അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് സഹായത്തിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു സൈനാധിപൻ മാലിക് കഫൂറിൻ്റെ പടയോട്ടത്തിൽ
തുടർന്ന് വന്നതാണെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വന്ന ഒരു ആൾക്കാരാണ് പിന്നെ അവർ തിരുനെൽവേലി, തെങ്കാശി, അച്ചൻകോവിൽ, കോന്നി ഇങ്ങനെ പലയിടത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് അവസാനം ഈ പന്തളത്തിനടുത്തുള്ള കൈപ്പുഴ തമ്പാക്കന്മാരുമായിട്ടൊരു ബാന്ധവം ഉണ്ടാക്കുകയും അത് വിവാഹത്തിലൂടെയാണെന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ കൈപ്പുഴ തമ്പാക്കന്മാരുടെ ഒരു അനന്തരവാശി ഇല്ലാത്തതും അവിടുത്തെ ഒരു കുട്ടിയെ ചെമ്പഴന്നൂർ ഈ വന്ന കുടുംബം അവിടെ നിന്നൊരു കുട്ടിയെ ദത്തെടുത്തതാണെന്നും പറയപ്പെടുന്നു. എന്തായാലും ആരതിന് ശേഷമാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. അത് 1370 ശേഷമാണ്. അതിനുശേഷം പിന്നീട് തിരുവിതാംകൂർ അതിലേക്ക് വരുന്നത്. ഇപ്പം വേനാട് തിരുവിതാംകൂറൊക്കെ ആയി മാറുന്ന സമയത്തൊന്നും 1749 ഈ പന്തളത്തെ ഇതിനോട് ചേർക്കുന്നില്ല, തിരുവിതാംകൂറിനോട് ചേർക്കുന്നില്ല. അവർ നല്ല സൗഹൃദത്തിൽ പോയിരുന്നതാണ്. 1790 ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ തിരുവിതാംകൂർ കൊട്ടാരത്തെ സഹായത്തിന് പന്തളം ചെല്ലുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ സഹായിക്കുന്നുണ്ട്. അതിന് ഫലമായിട്ട് ഒരു വെറുതെ അല്ല, 2,20,000 രൂപയുടെ എങ്ങാണ്ട് പണം കൊടുത്തിട്ടാണ് സഹായിക്കുന്നത്. അത് പല ഘട്ടങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഈ ശബരിമലയുടെ വരുമാനമൊക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. 1793 ആദ്യമായിട്ട് ശബരിമലയിൽ ഒരു ബ്രാഹ്മണൻ പൂജയ്ക്ക് വരുന്നത്. അത് തിരുവിതാംകൂറിന് വിടുന്ന. അതിനുശേഷമാണ് ഈ ബ്രാഹ്മണൻ ആദ്യമായിട്ട് അന്ന് വരുന്നത്. 1794 ഈ ക്ഷേത്രം പണയം വയ്ക്കുന്നുണ്ട് 12 രാജാവ് ഈ തിരുവിതാംകൂറിന്. അതിനൊക്കെ ശേഷം പിന്നീട് പന്തളം പൂർണ്ണമായും ഒരു 1820 തിരുവിതാംകൂറിൽ ലയിച്ചു. അതിനുശേഷം പിന്നെ പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിൻ്റെ ഭരണത്തിന് കീഴിലാണ്. പന്തളത്തിന് ആചാരപരമായ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ആചാരപരമായ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ പന്തളത്തെ വലിയ തമ്പുരാനാണ് ഈ പ്രതിസ്ഥാനി എന്ന് പറയുന്നത്. പക്ഷേ വലിയ തമ്പുരാൻ ശബരിമലയിൽ പോയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ശബരിമലയിൽ ഈ പൂജയ്ക്കൊക്കെ പോകുന്ന മകരവിളക്കിൻ്റെ ആ സമയത്ത് പോകുന്നത്. അതുപോലെ ഇവിടെ നിന്നുള്ള കൊട്ടാരത്തിൽ നിന്നുള്ള ആൾക്കാർക്കൊന്നും ഇരുമുടിക്കെട്ടൊന്നും ആവശ്യമില്ല. ഈ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ഈ മകരവിളക്കിൻ്റെ അന്ന് രാവിലെ ഈ പന്തളം രാജാവിൻ്റെ പ്രതിനിധിയും അയ്യപ്പനും മാത്രമായിട്ട് മുഖാമുഖം നോക്കുന്നൊരു ചടങ്ങുണ്ട്. അത് സന്നിധാനത്തപ്പം വേറെ ആരും കാണില്ല, അവരിതിന് മാത്രം. അപ്പം നമുക്കതൊരു വേറെ രീതിയിൽ ചിന്തിക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രാജാവാണല്ലോ ദൈവത്തെ എന്നും ഏറ്റവും നല്ല ടൂളായിട്ട് ഉപയോഗിച്ചത്. അപ്പം ദൈവവും ദൈവത്തിൻ്റെ സൃഷ്ടാവും തമ്മിൽ പരസ്പരം നോക്കി നിൽക്കുന്ന ഒരു രംഗമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാവ്യാത്മകമായിട്ടൊക്കെ പറയാം. ഇതിനേക്കാളൊക്കെ രസമാണ് നമ്മുടെ വാവരുടെ ചരിത്രാസ്തിത്വം എന്നത് പറയുന്നുണ്ടല്ലോ. അതൊരു ഇത്രയും പറഞ്ഞ കഥകളെക്കാട്ടിലൊക്കെ വിചിത്രമാണ്. അപ്പോൾ അതിലൊരു ഐതിഹ്യം പറയുന്നത് കാദി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ, അവരെ മഹാവിഷ്ണു ഒരു ദിവസം വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഗർഭമുണ്ടായി. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം ഇവരുടെ മകളായിട്ടുണ്ടാകുന്നതാണ് പാത്തുമ്മ. ഈ പാത്തുമ്മയെ പരമശിവനാണ് മോഹിക്കുന്നത്. അങ്ങനെ പരമശിവനിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടിയാണ് വാവരെന്ന് പറഞ്ഞ ഒരു ഐതിഹ്യമുണ്ട്. ഇതല്ലാതെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് നമ്മുടെ അറബി നാട്ടിൽ തകൃതിത്താൻ തോട്ടം എന്ന് പറയുന്ന ഒരിടത്ത് ഈ വാവരുണ്ടായി വരുന്നത്. വാവരൊരു വികലാംഗനാണ്. ആ വാവർ വളർന്നു വന്നിട്ട് തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കപ്പൽ ഓടിച്ചിട്ട് ഇവിടെ എത്തുന്നു. അതിനുശേഷം അയ്യപ്പനുമായിട്ട് ഇങ്ങനെ ഈ സംഘടന ഉണ്ടായി, അയ്യപ്പൻ കീഴടക്കുന്നു എന്നൊക്കെ പറയുന്ന വേറൊരു വേർഷൻ. ഇത് ഒരുപാടെണ്ണമുണ്ട്. ഈ വാവരുടെ അവകാശവാദം സംബന്ധിച്ച് ഒരു ഇതുണ്ട്. അത് ചരിത്രരേഖയാണ്. 1884 കൊല്ലവർഷം, അതുപോലെ തന്നെ 986 2 ചെമ്പോല ഈ പന്തളം രാജാവ് ഈ വാവരുടെ അവകാശികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ അവകാശവാദത്തിൽ പറഞ്ഞേക്കുന്നത് ഇവർക്കിവിടെ ഇത് നടത്താനുള്ള ഒരു ഇതെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്നേരം ക്ഷേത്രം അതിനു മുമ്പ് തന്നെ ഉണ്ട്. ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ വാവർ എന്ന് പറഞ്ഞൊരു സ്ഥാനപ്പേരുണ്ട്. അതിപ്പോഴാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ ചെമ്പുകോട്ടയത്തിനകത്ത് 2-നും അത് കൊടുത്തിട്ടുമില്ല. മാത്രമല്ല നമ്മുടെ ഈ സനാതനികളിപ്പം എങ്ങനെയെങ്കിലും ഈ വാവരെ ഒന്ന് ഒഴിവാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം ദേവപ്രശ്നം മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവരെ ഒഴിവാക്കണമെന്നുള്ളപ്പോൾ ദേവപ്രശ്നം അവർ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ പ്രശ്നത്തിനകത്ത് വരുന്നത് ഇതാണ്. വാവരെന്ന് പറഞ്ഞ മുസ്ലിം അല്ല. മാത്രമല്ല അത് മറ്റേ കല്ലറയ്ക്കൽ കൃഷ്ണകർത്ത എഴുതിയ മറ്റേ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്ന പോലെ തന്നെ വാപുരൻ എന്ന് പറയുന്ന ഒരു ശിവൻ്റെ ശിവഭൂതമാണ് വാപുരൻ. അത് ഈ കേസരി ബാലകൃഷ്ണനോടൊക്കെ പറയുന്നത് തുർക്കിയിൽ നിന്നും കുതിരക്കച്ചവടത്തിന് വന്നതാണെന്നാണ്. അപ്പോൾ അതൊരു നോൺ മുസ്ലിം ആയിരുന്നു. അന്നൊന്നും തുർക്കിയിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അതേപോലെ അദ്ദേഹം ഈ കുതിര കച്ചവടം ആ വാങ്ങിയ കുതിരയിൽ കൊണ്ടാണ് ഉദയനെ അയ്യപ്പൻ നേരിട്ടത്. കാരണം ഈ മലയുടെ മണ്ടയിൽ ഉദയനൻ താഴേന്ന് പോകുമ്പോഴത്തേക്ക് 50 വീഴ്ത്തും ഉദയൻ്റെ പടയാളി. അപ്പം കുതിരയെ കിട്ടിയതിന് ശേഷമാണ് ഇത് ഉദയനെ കീഴ്പ്പെടുത്താൻ പറ്റിയെന്നൊക്കെയുള്ള കഥയുണ്ട്. ഈ അയ്യപ്പൻ തന്നെ പല കഥകൾ നേരത്തെ പറഞ്ഞ പോലെ പല രൂപങ്ങളുണ്ട്. പല ക്ഷേത്രങ്ങളിൽ പല രൂപങ്ങളാണ്. ഇപ്പം കൊളത്തുപ്പുഴ ക്ഷേത്രത്തിൽ വാവരെ പറ്റി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ പന്തളം കാലഘട്ടത്തിലൊക്കെ
കേരളത്തിൻ്റെ സമുദ്രതീരങ്ങളിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കടൽ കൊള്ളയ്ക്ക് വന്നിട്ടുള്ള ബാബറുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന്, ബാബറുകൾ കടൽ കൊള്ളക്കാരെന്ന് അർത്ഥം വരുന്ന വിഭാഗത്തിലെ ഒരാളായിരുന്നു വാവർ എന്നും, അത് ഈ പന്തളം കൊട്ടാരത്തുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെയാണ് ഇത് വാവരായ അയ്യപ്പൻ്റെ സുഹൃത്തായി മാറിയത് എന്നുള്ളൊരു കഥ ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ വാവരൊരു സൂഫി വര്യനാക്കി മാറ്റിക്കൊണ്ട് ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഈ അയ്യപ്പൻ്റെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞത് പല ക്ഷേത്രങ്ങളിലും പല പ്രതിഷ്ഠയാണ്. ഇപ്പം കുളത്തുപ്പുഴ ക്ഷേത്രത്തിലെ ബാലകനാണ് അയ്യപ്പൻ, അമ്പും മില്ലുമായിട്ട് നിൽക്കുകയാണ്. അതേസമയം ആര്യങ്കാവിലോട്ട് വന്നാൽ അത് അയ്യനാർ സ്റ്റൈലിൽ ഇരിക്കും, ഒരു കാലം നീട്ടി ഒരു കാലം ഇങ്ങനെ വെച്ച് ആ അയ്യനാർ സ്റ്റൈലിൽ വാളുമായിട്ട് നിൽക്കുകയാണ്. അവിടെ പുഷ്കല എന്നൊരു ഭാര്യ ഒപ്പമുണ്ട് വിഗ്രഹം. അതേപോലെ അച്ചൻകോവിലോട്ട് വന്നാൽ അവിടെ 2 ഭാര്യമാരുണ്ട്, പൂർണ്ണയും പുഷ്കലയും 2 ഭാര്യമാരുണ്ട്. ശബരിമലയിൽ വന്നാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, കഥയിൽ നമുക്ക് ചോദ്യമില്ല, അങ്ങനെയൊക്കെ ആകാമൊക്കെ ചെയ്യാം. ഇതുകൂടാതെ പ്രഭ എന്ന് പറഞ്ഞ ഭാര്യയുണ്ട്, സത്യകൻ എന്നൊരു പുത്രനുണ്ടെന്നൊരു കഥയുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ചീരപ്പൻ ചിറയിലെ മകൾ ചേറൂട്ടി, ഈ അങ്ങനെ പല കഥകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർവേയിൽ പണ്ട് പാണ്ഡ്യ രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഈ വ്യാപാരത്തിനായിട്ട് വന്ന 21ഓളം വഴികളുണ്ട്, വ്യാപാര വഴികളുണ്ട്, കാട്ടുവഴികൾ. അതിലൊന്ന് ഈ ശബരിമല അച്ചൻകോവിൽ ആ ഭാഗത്ത് വന്ന ഒരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുരുമുളക് ഇവിടുന്ന് വ്യാപാരത്തിന് കൊണ്ടുവന്ന ആൾക്കാർ വ്യാപാരത്തിന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടു അവിടെ ഇങ്ങോട്ട് തുണി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കുരുമുളകിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ വൃശ്ചികം ധനുമാസമാണ്, ഇപ്പോൾ ജനുവരി ഫെബ്രുവരി. അപ്പോൾ വർഷത്തിൽ ഒരിക്കലും ഈ കുരുമുളക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി കാളപ്പുറത്ത് ഇങ്ങോട്ട് തുണിത്തരങ്ങളായിട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് ഈ കുരുമുളകുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്ന പോക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർ അവരെ ഇടത്താവളം എന്ന രീതിയിൽ ശബരിമല ഭാഗത്ത് എവിടെയെങ്കിലും അവരുടെ യാത്രാ സംരക്ഷക ദൈവങ്ങളായ അത് കൊട്ടരവയാവാം, ചേയോനാവാം, ശാസ്താവാം, അയ്യപ്പനാവാം, ഇവയൊക്കെ വെച്ചാരാനും പൂജയൊക്കെ കാണും. പിന്നീടൊരു കാലഘട്ടത്തിൽ അത് തകർന്നു പോയി കാണും. പിന്നീട് ഈ 17 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പന്തളത്തിലെ രാജാവ് തൻ്റെ പഴയ പുരാതന ക്ഷേത്രം, പൂർവീയരുടെ ക്ഷേത്രം, കുടുംബക്ഷേത്രങ്ങളൊക്കെ സമ്പത്ത് വരുമ്പം ഒന്ന് പുനരുദ്ധരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും ഒരു പന്തള രാജാവ് ഒരുപക്ഷെ ആ ക്ഷേത്രം വീണ്ടും പണിയെഴുപ്പിച്ച് അതായിരിക്കാം ഇന്നത്തെ ശബരിമല എന്ന് നമുക്ക് കരുതാം. അതിനകത്ത് പറയാനുള്ള കാര്യം, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആണെന്നോ ഒരു കൂട്ടരുടെ ആണെന്നോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഉന്നയിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് പല കാലഘട്ടത്തിൽ പലരും അവരുടെ കൈവശം വെക്കുകയും അവരുടേതായിട്ടുള്ള പൂജകളും കാര്യങ്ങളും കഴിച്ചിട്ട് ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മളിപ്പം ഒരു വീട് വെക്കുമ്പം അയാളുടെ പേര് പഞ്ചായത്തിൽ കൊടുക്കുന്ന പോലെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കാലഘട്ടത്തിലായിട്ട് പല പല പാളികളായിട്ട് രൂപപ്പെട്ടതാണ് ഈ അയ്യപ്പ സങ്കല്പം. അതിൽ ഏത് പാളിയാണ് സ്വർണ്ണം, ഏത് പാളിയാണ് ചെമ്പ് എന്ന് നമുക്കിന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തുമില്ല. പക്ഷേ ഇതിൻ്റെ ഒന്നും കാര്യമില്ല, വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കോളൂ. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ ആളുകൾ വിശ്വസിക്കുന്നത് വർഷങ്ങളായിട്ട് ഈ ശബരിമല ഇങ്ങനെ തന്നെയായിരുന്നു, ജനലക്ഷങ്ങൾ ഇങ്ങനെ വന്നൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഭക്തരൊക്കെ ഇങ്ങനെ ശരണം വിളി ശരണമന്ത്രത്താൽ മുഖരിതമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ ഈ ചാനലുകാർ പറയുന്ന പോലെ ആണെന്നുള്ളതാണ്. പക്ഷേ 2 തവണ തീ പിടിച്ച് നശിച്ചു പോയൊരു അമ്പലമാണിത്. അതിനൊരു ഒരു ഹിസ്റ്ററി ഇല്ലേ, 1899 ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ തീപിടുത്തം. ആ ഒരു ഹിസ്റ്ററി അത് 1902 കൂടുതൽ, അതായിരുന്നു കൂടുതൽ വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. 1902 കാലഘട്ടത്തിലാണ് ഈ തീപിടുത്തം ആദ്യം ഉണ്ടാകുന്നത്. അത് ദീപാരാധനയ്ക്ക് ശേഷം പിന്നെ ദീപത്തിൽ നിന്ന് പടർന്ന് തീ പിടിച്ചതാണ്. അന്ന് എമ്പ്രാന്തിരി അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടി ഭസ്മക്കുളത്തിൽ ചാടി, വിഗ്രഹത്തിനൊന്നും പറ്റിയില്ല, ക്ഷേത്രം കത്തി നശിച്ചു. അതിനുശേഷം ആ ക്ഷേത്രം പുതുക്കി പണിയാൻ വേണ്ടി അന്നത്തെ തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവ് കരാറ് വിളിച്ചിട്ട് 2 വർഷത്തോളം ആരും ഇത് ഏറ്റെടുത്തില്ല. അവസാനം കൊല്ലത്തെ ഒരു പേഷ്കർ രാജരാമയ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റൊരു കോൺട്രാക്ടറായ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ മാവേലിക്കരയുള്ള അദ്ദേഹത്തെ നിർബന്ധിച്ച് ഇത് ഏൽപ്പിക്കുകയാണ്, ഇതിൻ്റെ പണി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഇതിൻ്റെ പണി നടക്കുന്നത് അന്ന് കൊല്ലത്തുണ്ടായിരുന്നൊരു പുതുക്കുളങ്ങര കൊട്ടാരമുണ്ട്. ആ കൊട്ടാര വളപ്പിലാണ് ഇതിൻ്റെ മരവും കല്ലും മറ്റു ഈ ക്ഷേത്രത്തിൻ്റെ മാതൃക പണിയുന്നത്. ചെമ്പുമൊക്കെ കൊണ്ട്, പിത്തളം ചെമ്പും കൊണ്ടൊക്കെയാണ് അതിൻ്റെ മേൽക്കൂര. മാതൃക പണിഞ്ഞു, അതേ മഹാരാജാവ് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അത് പൊളിച്ചടുക്കി പിന്നെ വെള്ളത്തിലൂടെ കോട്ടയത്ത് എത്തിച്ചു. അവിടുന്ന് റോഡ് മാർഗം മുണ്ടക്കയത്ത് എത്തിച്ചു. മുണ്ടക്കയത്ത് നിന്ന് 500ഓളം പേര് തലച്ചുമടായിട്ടാണ് ഇതെവിടെ എത്തിക്കുന്നത്, ശബരിമല എത്തിക്കുന്നത്, പണി തുടങ്ങുന്നത്. പണി തുടങ്ങി ആദ്യം കല്ലുപണി മരപ്പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മലമ്പനി വന്നു, ഒരുപാട് തൊഴിലാളികൾ മരണപ്പെട്ടു. അവിടെ കുഴിച്ചിടുക അതേ ഉള്ളൂ. അന്ന് ഇന്നത്തെ പോലെ അവിടെ മെഡിക്കൽ ക്യാമ്പുകളോ ഒരു അയ്യപ്പനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ മെഡിക്കൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഡോക്ടർ അഗസ്റ്റസ് മോറിസോ ഒന്നും ഇല്ലല്ലോ അന്ന്. ആ കൂട്ടത്തിൽ മുതലാളിക്കും മലമ്പനി വന്നു, കൊച്ചുമ്മ മുതലാളിക്കും മലമ്പനി വന്നു. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് താഴെ കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു. 1904 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അക്കാമ ഇതിൻ്റെ പണി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അക്കാമയുടെ ഒരു അടുത്ത ബന്ധു ഒരു പള്ളിയിലച്ചനാണ്, സ്കറിയ കത്തനാർ എന്ന് പറഞ്ഞ ഓർത്തഡോക്സ് വികാരിയാണ്.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ശബരിമല പിന്നീട് പണി മുന്നോട്ട് പോകുന്നതും 1910 ഇത് പൂർത്തിയാക്കുന്നതും. അതിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അന്നത്തെ ധനകാര്യ വകുപ്പ് ഇത് ഒരുപാട് പൈസയൊക്കെ വെട്ടിച്ചൊരിച്ച് അവസാനം 37,000 രൂപയുടെ കടബാധ്യതയിലാണ് ഈ ശബരിമല പണിഞ്ഞ് തീർക്കുന്നത്. 37,000 രൂപ അന്നെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 37 ലക്ഷത്തിലൊക്കെ അധികമുള്ള തുകയായിരിക്കാം. അതാണ് ആദ്യത്തെ തീപിടുത്തം. പക്ഷേ അതല്ല, ശബരിമലയെ ഇന്നത്തെ രീതിയിൽ പ്രസക്തമാക്കിയത് രണ്ടാമത്തെ തീപിടുത്തമാണ്. അത് 1950-കളിലാണ്. 50 അന്നത്തെ തീപിടുത്തത്തിന് ശേഷം അന്ന് തിരുക്കൊച്ചിയാണ്. ആദ്യം ടി കെ നാരായണപിള്ളയെ കണ്ടായിരുന്നു മുഖ്യമന്ത്രി. അന്ന് എൻ്റെ DIG കേശവമേനോനെ അന്വേഷണത്തിന് നിയോഗിച്ചു. പിന്നീടാണ് C കേശവൻ മുഖ്യമന്ത്രിയായി വന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഡയലോഗാണ്. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് വയ്ക്കുന്നത് 1957 EMSൻ്റെ കാലഘട്ടത്തിൽ മന്ത്രിസഭയിൽ VR കൃഷ്ണയ്യർ ആഭ്യന്തരമന്ത്രിയായ സമയത്താണ് റിപ്പോർട്ട് വയ്ക്കുന്നത്. ആ റിപ്പോർട്ട് പിറ്റേന്ന് ദേശബന്ധു എന്ന് പറഞ്ഞൊരു പത്രത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അവിടെ പാലാ കാഞ്ഞിരപ്പള്ളി പ്രദേശത്തെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് ആക്രമിച്ചതാണ്. അതിൽ വിഗ്രഹത്തിന് വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. അവിടെ മണ്ണെണ്ണയുടെ റാന്തൽ അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ അയ്യപ്പൻ്റെ ഈ മുഖമൊക്കെ വെട്ടിക്കളഞ്ഞു. അതുപോലെ മുഖത്തിന് വെട്ടുണ്ട്, ഇടത് കൈ വെട്ടിക്കളഞ്ഞു, വിരലുകളൊക്കെ വെട്ടി വികൃതമാക്കി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പിന്നീട് പൂഴ്ത്തിവെക്കപ്പെട്ടു. ഈ ഒരു സംഭവം വലിയ രീതിയിൽ, കാരണം രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം വരുമ്പോഴാണ് അത് വൈകാരികമായിട്ട് ആൾക്കാർ തന്നെ എടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ശബരിമലയിൽ ഈ ആൾക്കാർ ഇത്ര വരാൻ തുടങ്ങിയത്. പിന്നെ മറ്റൊന്ന്, ആചാരങ്ങളിലെ കൗതുകം. മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലല്ല. ഇവിടെ മാലയിടണം, അതേപോലെ വ്രതം നോക്കണം, 40 ദിവസം വ്രതം, കറുപ്പുടുക്കണം, സ്ത്രീകൾക്ക് വരാൻ പറ്റത്തില്ല. അതേപോലെ വർഷത്തിൽ ഒരിക്കലേ അത് ഡിമാൻഡ്, ഈ സപ്ലൈ കുറവാകുമ്പോൾ ഡിമാൻഡ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പം മോഹൻലാലിനെ നമുക്ക് എപ്പോഴും TV-യിലും എല്ലാം എപ്പോഴും കാണാം. പക്ഷേ രജനീകാന്തിനെ കാണണമെങ്കിൽ സ്ക്രീനിൽ സിനിമ വരുമ്പോഴേ കാണാൻ പറ്റൂ. അതേപോലെ ഈ ഡിമാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആചാരങ്ങളെ കുറവ്, പിന്നെ ഒരു ട്രക്കിങ് പോലുള്ള യാത്ര, അതിൻ്റെ ഒരു സുഖം. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ MN നമ്പ്യാർ അതിന് വലിയ സ്വാധീനമുണ്ട്. MN നമ്പ്യാർ വലിയൊരു അയ്യപ്പൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരു 65 തവണ ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മഹാ ഗുരുസ്വാമി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ സിനിമാ ഫീൽഡിലെല്ലാം, തമിഴ്നാട് സിനിമാ ഫീൽഡിലെല്ലാം ഇതിനെപ്പറ്റി പറയുകയും അവിടുന്ന് സിനിമാടന്മാരുമായിട്ട് പെരിയ പടയായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ശിവാജി ഗണേശൻ, അതുപോലെ രജനീകാന്ത്, കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാർ, ഹിന്ദി അമിതാഭ് ബച്ചനെ വരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ പോലെ തമിഴ്നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങ് കന്നഡയിലൊക്കെ പറഞ്ഞാൽ സിനിമാടന്മാർ വലിയ സംഭവമാണ്. അവർ വലിയ റോൾ മോഡൽ. അവരൊക്കെ പോകുന്ന ഒരു അമ്പലം എന്ന രീതിയിൽ വലിയ രീതിയിൽ തമിഴ്നാട്ടിലൊക്കെ അവിടെ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ആൾ വരാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ്. പിന്നെ വികസനം തുടങ്ങിയത് 1962 VV ഗിരിയുടെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ വികസനം തുടങ്ങിയതും. പിന്നെ ഇന്നത്തെ രീതിയിലുള്ള ഈ വളർച്ചയൊക്കെ ഉണ്ടായത് അതിന് ശേഷമാണ്. ഈ മകരവിളക്ക് എന്ന് പറഞ്ഞൊരു USP ഒരു ഐറ്റമൊക്കെ വന്നതും. എനിക്ക് തോന്നുന്നത് ഈ മലയാളത്തിൽ ഈ ശബരിമലയെ പ്രസിദ്ധമാക്കുന്നതിൽ യേശുദാസിൻ്റെ സോങ്സിനൊക്കെ വളരെ പങ്കുണ്ട്. ഹരിവദാസനൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്ന പാട്ടുകളാണ്. അതുപോലെ ഈ മലയാളം സെലിബ്രിറ്റികളും ശബരിമലയിൽ പോകുകയും മലയാള സിനിമകൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എടുക്കുകയും അതൊരു സിനിമ തീമായിട്ട് മാറുകയൊക്കെ ചെയ്തത് മലയാളികൾക്കിടയിൽ ശബരിമല വളരെ പ്രസിദ്ധമാകാൻ സഹായിച്ചിട്ടുണ്ട്. ഈ മകരവിളക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഒരാളോട്, ഒരു വിശ്വാസിയോട് പോയി പറയുകയാണ് മകരവിളക്ക് ഇതുപോലെ കത്തിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവർ പറയും, അയ്യോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇതൊക്കെ നിങ്ങൾ യുക്തിവാദികളൊക്കെ ഇപ്പോഴാണോ അറിയുന്നതെന്ന് ചോദിക്കും. പക്ഷേ സത്യത്തിൽ 1960 മുമ്പ് ഇവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇവരന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നമ്പലമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മനുഷ്യന് ചെന്ന് പറ്റുന്ന സ്ഥലമല്ല, ദിവ്യ ജ്യോതി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. 1970-കൾക്ക് ശേഷമാണ് ഈ പൊന്നമ്പലമേടിലേക്ക് പോകാനായിട്ട് 3 വഴിയുണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു കാര്യം വരുന്നത്. അതായത് ഈ MRS നാഥൻ എന്ന് പറഞ്ഞൊരു യുക്തിവാദി ലേഖനം ഇതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ഒരു തേരാളിയിലാന്ന് തോന്നുന്നു അങ്ങനെ എഴുതുന്നത്. അങ്ങനെയാണ് ആളുകൾ, പുള്ളി 1970 മുതൽ ശ്രമിച്ചിട്ട് 72-ലോ 73-ലോ പുള്ളി പോകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. അതിനുശേഷം പിന്നീട് യുക്തിവാദികൾ ധാരാളമായിട്ട് അവിടെ പോയി. 83-ൽ ഒരു 200-ഓളം പേര് പോവുകയും ഈ മകരജ്യോതിയെ ഈ കള്ളം പൊളിക്കാനായിട്ട് പോയി. അന്നാണ് പോലീസിൻ്റെ ആക്രമണം അവർക്കുണ്ടായി. പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനം വയ്ക്കുകയും പിന്നെ അവർ ഈ പോലീസ് ജീപ്പിൻ്റെയൊക്കെ നമ്പർ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പിറ്റേ ദിവസം പത്രത്തിൽ കൊടുത്തതുകൊണ്ട് ഇത് സത്യമാണെന്നുള്ള ജനങ്ങൾ അറിയും. അവസാനം അന്ന് ദേവസ്വം ബോർഡിനും പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുമാണ് അന്ന് ഈ മകരവിളക്ക് കത്തിക്കുന്നതാണെന്ന് ഒരു പകുതിയെങ്കിലും സമ്മതിച്ചത്. ശരിക്കും ഔദ്യോഗികമായിട്ട് സർക്കാർ ഇത് സമ്മതിക്കുന്നത് 2011-ലാണ്.
2011 പുല്ലുമേട്ടിൽ അതിശക്തമായ ഭക്തജന തിരക്കുണ്ടാകുകയും 100-ലധികം ഭക്തർ മരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും 100-ലധികം ഭക്തർ മരിച്ചപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സർക്കാർ വിശദീകരണം സത്യവാങ്മൂലം നൽകുന്നത്. ഇത് KSEBയും ഞങ്ങളൊക്കെ കൂടി കത്തിക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. ഈ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണ്. മകരജ്യോതി എന്ന് പറയുന്നത് സിറീസ് എന്ന് പറയുന്ന നക്ഷത്രമാണ്. അത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ്. അത് ജനുവരിയിലൂടെ ഉണ്ട്, അതിന് മുമ്പും ഉണ്ട്, അതിന് ശേഷമുണ്ട്. കേരളത്തിൽ എവിടെ നിന്നാലും കാണാം. പിന്നെ ഈ മകരവിളക്ക് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ ശബരിമലയ്ക്ക് ഒരു 400 സമുദ്രനിരപ്പിൽ നിന്ന് 468 മീറ്റർ ഉയരമുണ്ട്. പൊന്നമ്പലമേടിന് ഒരു 1170 മീറ്റർ ഉയരമാണുള്ളത്. ഇവ തമ്മിലൊരു 10-700 മീറ്ററിൻ്റെ ഉയരമുണ്ട്. നല്ല ഉയരത്തിലുള്ള സ്ഥലമായിട്ട് നല്ലവണ്ണം കാണുവാൻ കഴിയും. പിന്നെ ഇത്രയും ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുന്നൊരു സാധനം നമുക്ക് കാണണമെങ്കിൽ ഏകദേശം ഒരു 2 മീറ്റർ വ്യാസമെങ്കിലും ഉള്ള ഒരു തീ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ 1340 കോടി അകലെയുള്ള പ്രകാശ സ്രോതസ് വരെ മനുഷ്യൻ കണ്ടെത്തി. അപ്പോഴാണ് ഈ 2-5 കിലോമീറ്റർ അകലെയുള്ള പ്രകാശ സ്രോതസ് ഇവിടെ ദശാബ്ദങ്ങളോളം നമ്മളെ കേരളത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ ഈ മകരവിളക്ക് എന്ന് പറയുന്നത് ഈ മലയര വിവാഹത്തിൽപ്പെട്ട ആൾക്കാരിന് അതിൽ ചിലപ്പോൾ പങ്ക് കാണാം. ഒരുപക്ഷെ അന്ന് മലയര വിവാഹം അവിടെ ഉണ്ടായിരിക്കാം. അവർ ഈ മകരപ്പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ചെറിയ ദീപനാളങ്ങളൊന്നും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഒരു തീപിടുത്തം ഉണ്ടായി കാണും. അത് താഴെ നിന്ന് നോക്കിയ ആൾ അത് കണ്ട് നിലവിളിച്ച് കാണും, കൂടുതലുള്ളവർ നിലവിളിച്ച് കാണും. പിന്നീട് അത് ഏതോ തൽപര കക്ഷികൾ ഈ രീതിയിൽ അതെടുത്തതാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത് ഈ 1996 ഇത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു DGPക്ക് എഴുതിയൊരു കത്തിൽ മകരവിളക്ക് എങ്ങനെ കത്തിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ വലിയ ചട്ടിക്കലത്തിൽ ഈ കർപ്പൂരമൊക്കെ ഇട്ട് അത് കത്തിക്കണം. അതേപോലെ താഴെ നിന്ന് നോക്കുന്നവർക്ക് 3 തവണ ഇത് കത്തി അണഞ്ഞതായിട്ട് കാണണം. അതിനുവേണ്ടി ഇവർ ചെയ്യുന്നു പറഞ്ഞാൽ ഈ കരിമ്പടം ആദ്യം കത്തിച്ചിട്ട് കരിമ്പടം മുന്നിൽ വയ്ക്കും. എന്നിട്ട് അത് പെട്ടെന്ന് താക്കുമ്പം വീണ്ടും കാണും, വീണ്ടും കരിമ്പടം പൊക്കും, വീണ്ടും താക്കും. അപ്പോൾ താഴെ നിന്ന് നോക്കുന്നവർക്ക് കത്തി കത്തുകയും ചെയ്യുന്നവർ കാണും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ആണ് അവർ അന്ന് പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്നൊക്കെ മലയരമാരെ സഹായം കാണും. പക്ഷേ ശബരിഗിരി പ്രവചനങ്ങൾക്ക് ശേഷം അവിടുന്ന് മലയര കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒഴിപ്പിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഇത് കത്തിക്കുന്ന ഗോത്രവിഭാഗങ്ങൾ എന്ന് പറയുന്നത് KSEB ഗോത്രവിഭാഗവും അതേപോലെ ദേവസ്വം ബോർഡ് ഗോത്രവിഭാഗവും അയ്യപ്പ സേവ ഭൂതഗണങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളും കോടിക്കണക്കിന് ആളുകളും വരുന്ന ഈ സ്ഥലത്ത് ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു കടുവാ സങ്കേതമുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ മാലിന്യങ്ങൾ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും കണക്കുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടോ? ഈ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് എല്ലാ വർഷവും ഈ കണക്കുകൾ പുറത്തുവിടാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈ തീർത്ഥാടന കാലയളവിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ പമ്പയിലെ വെള്ളത്തിൽ ഉണ്ടാകുന്നത് 380-ൽ താഴെ മാത്രം കോളിഫോം ബാക്ടീരിയയാണ്. എന്നാൽ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ അത് 400-500 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഈ 2023-24 കാലഘട്ടത്തിൽ ഈ വെള്ളത്തിൽ കോളിഫോമിൻ്റെ അളവ് 1,10,000-ഓളം കോളിഫോം ബാക്ടീരിയ ആയിരുന്നു. അതായത് വെള്ളത്തിൽ മുഴുവൻ കോളിഫോം ബാക്ടീരിയ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മലിനീകരണ പ്രശ്നമാണ് ഈ തുണി, ഭക്തർ ഉപേക്ഷിച്ച് പോകുന്ന വസ്ത്രങ്ങൾ. ഇത് കണ്ടിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞു വസ്ത്രം ഉപേക്ഷിക്കുന്നത് ഒരു ആചാരമല്ല എന്നുള്ളത്. അതുകൂടാതെ ഭക്ഷണാവശിഷ്ടങ്ങൾ, അതുപോലെ മാലിന്യങ്ങൾ, മനുഷ്യ വിസർജ്യങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ മലിനപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഈ ആനകളും കാട്ടുപന്നികളുമൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കഴിച്ച് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അവിടെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പുണ്യം പൂങ്കാവനം പ്ലാനും ശബരിമല മാസ്റ്റർ പ്ലാനും ഒക്കെ ഉണ്ടെങ്കിലും ഈ മലിനീകരണങ്ങൾ ഈ 100-200 ഇരട്ടിയായിട്ടുണ്ടാകുന്ന മലിനീകരണങ്ങൾ നിയന്ത്രിക്കാൻ അതുകൊണ്ട് സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നേരത്തെ ഈ മകരവിളക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ പങ്ക് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. അത് കാരണം മാധ്യമങ്ങൾ ഇതിന് വലിയൊരു പങ്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് ആകാശവാണിയൊക്കെ ആയിരുന്നു, അവർക്കായിരുന്നു മകരവിളക്ക് കാണുന്ന അയ്യപ്പന്മാരെക്കാളും ആവേശം ആകാശവാണിക്കായിരുന്നു. ആകാശവാണിയിലെ ലൈവ് കാണിക്കുന്ന ആൾക്കാർക്കായിരുന്നു. ഇപ്പോഴും ഇത് കത്തിക്കുന്നതെന്ന് സർക്കാരും എല്ലാം പറഞ്ഞിട്ടും പത്രങ്ങളിലൊക്കെ ഇപ്പോഴും അത് തെളിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ പത്രപ്രവർത്തനം നടത്തുന്നവരാണല്ലോ. അവരെവിടെയും പോയി ലൈവ് കാണിക്കുന്നവരാണ്. അവർ കടലിൻ്റെ അടിയിൽ പോയി വേണമെങ്കിൽ ലൈവ് കാണിക്കും, ഹിമാലയത്തിൽ പോയി വേണമെങ്കിൽ ലൈവ് എടുക്കും. പക്ഷേ ഇത് മകരവിളക്ക് കത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡ് സമ്മതിച്ചു. പക്ഷേ എന്നിട്ട് പോലും ഇന്ന് അവരവിടെ ആ ദിവസം അവിടെ പോയി ഒരു ലൈവ് ഇതുവരെ കാണിക്കുന്നില്ല. വേണമെങ്കിൽ അന്ന് അവിടെ പോയി ലൈവ് കാണിക്കാമല്ലോ. ഇതാ മകരവിളക്കിൻ്റെ മണ്ഡപം ഒരുക്കി കഴിഞ്ഞു, ഇതാ ദേവസ്വം ബോർഡ് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ KSEBക്കാർ എത്തിക്കഴിഞ്ഞു, ഇതാ 10 ചാക്ക് കർപ്പൂരം എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാവിലെ മുതലേ അവിടെ ലൈവ് കാണിക്കാം. അപ്പം എവിടെ വേണമെങ്കിലും ചെല്ലുന്ന 1973 മുതൽ യുക്തിവാദികളും മറ്റും ക്യാമറയുമായിട്ട് പോയി എടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ 2026 ആയിട്ടും ഇതുവരെ ഒരു മുഖ്യധാരാ മാധ്യമപ്രവർത്തകരും
മകരവിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് പോയി ഒരു ഫീച്ചർ എടുക്കുന്നില്ല. അതാണ് ഇതിനേക്കാളും മകരവിളക്കിനേക്കാളും വലിയ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്. അവർക്ക് ഇന്നും കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാത്തത്. രണ്ടാമത് ഈ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഈ ശബരിമലയുടെ വരുമാനം മുഴുവൻ സർക്കാർ എടുത്തിട്ട് അത് ട്രഷറിക്ക് കൊടുക്കുന്നു, സർക്കാരിൻ്റെ ഫണ്ടുകളിലേക്ക് അത് കൊടുക്കുന്നു. ഇങ്ങനൊരു വാദം ഇത് ഹിന്ദുത്വ ശക്തികളും അതുപോലെ തന്നെ ഈ സനാതനികളും ഒക്കെ നിരന്തരം ഉയർത്താറുണ്ട്. ഈ അടുത്ത കാലത്ത് വരെയും അത് ഉയർത്തിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ മുഴുവൻ കേട്ട പ്രഭാഷണങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്, ഗവൺമെൻറ് സ്റ്റാഫിന് സാലറി കൊടുക്കുമ്പോൾ അതിൽ മഞ്ഞളിൻ്റെ അംശം കണ്ടു, അത് നമ്മുടെ ശബരിമലയിലെ പൈസയാണ്, നമ്മുടെ ഹിന്ദുക്കളുടെ പൈസ മൊത്തം ഗവൺമെൻറ് സാലറി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള വാദങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു കാലത്ത് മുഴങ്ങി കേട്ടിരുന്നു. അതിപ്പോൾ ഈ ലോക ചാപ്റ്റർ ഒന്നിന് ശേഷം ഈ സീസണിലെ ഏറ്റവും 300 കോടി ക്ലബ്ബിൽ കയറിയ രണ്ടാമത്തത് നമ്മുടെ ശബരിമല ക്ഷേത്രം. ഈ വർഷം 332 കോടിയാണ് ഈ മണ്ഡലകാലത്ത് വരുമാനം എന്ന് പറയുന്നത്. ഈ പലവർത്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യം കണ്ടാണ്, ഈ ദേവസ്വം ബോർഡിൻ്റെ പൈസയൊന്നും സർക്കാർ എടുക്കുന്നില്ല. സർക്കാരിന് വേണമെങ്കിൽ കടം എടുക്കാം, പക്ഷേ കടം എടുക്കണമെങ്കിൽ നല്ല പലിശ കൊടുക്കണം. അതുമാത്രമല്ല അതിന് ഹൈക്കോടതിയുടെയൊക്കെ അനുമതിയൊക്കെ വേണം. അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. മറിച്ച് ഗവൺമെൻറ് അങ്ങോട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആൾ കൂടുന്ന സ്ഥലമാകുമ്പോഴത്തേക്ക് സഹായങ്ങൾ ചെയ്യണം, അതിലൊന്നും എതിർപ്പൊന്നുമില്ല. സാംസ്കാരിക വകുപ്പായാലും ടൂറിസം വകുപ്പാണെങ്കിലും അതേപോലെ റോഡ്, പൊതുമരാമത്ത് വകുപ്പ്, മറ്റ് സൗകര്യങ്ങൾ, പോലീസ് എല്ലാം പൊതു ഖജനാവിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ ഇങ്ങോട്ട് തന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലും തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്രളയം, കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് 2 തവണയായിട്ട് 5 കോടി വീതം 10 കോടി രൂപ CMDRF ഫണ്ടിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വർഗീയ പാർട്ടികളും വർഗീയ സംഘടനകളൊക്കെ അതിനെതിരെ പ്രതികരിച്ചു. ഒരു വർഗീയ സംഘടന കോടതിയിൽ കേസ് പോയി, ഹിന്ദു ഐക്യമുന്നണിയാണെന്ന് തോന്നുന്നു എനിക്ക്, കേസ് പോയതിന് ശേഷം അത് ആ പൈസ തിരിച്ചു കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പണം എന്താണ് സർക്കാരിന് കൊടുക്കാനാവില്ലെന്ന്. അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അവർ പോയി കേസിൽ തന്നെ അത് വ്യക്തമായിട്ട് കൊടുക്കാനാവില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ശബരിമല ഒരു കറവപ്പശുവാണ്. കാരണം 1500ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു 62ഓളം ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ സ്വയം പര്യാപ്തമായ ക്ഷേത്രങ്ങൾ. അതിൻ്റെയൊക്കെ നിത്യപൂജയും ചെലവുകളും ഒക്കെ കടന്നു പോകുന്നത് ഈ പണം കൊണ്ടാണ്. അതുപോലെ കോവിഡ് കാലഘട്ടത്തെ കാര്യം ഞാൻ പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിലെ ഈ ക്ഷേത്രങ്ങൾ നിത്യപൂജയ്ക്ക് വകയില്ലാതെ കിടന്നൊരു കാലത്ത് പൊതുഖജനാവിൽ നിന്ന് അങ്ങോട്ട് 200 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിവാദമാകുന്ന സമയത്തെല്ലാം അതാത് ദേവസ്വം മന്ത്രിമാർ ഇത് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 650 കോടി രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് അങ്ങോട്ട് കൊടുത്തത്. ആ പൈസ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ, ഇസ്ലാം മത വിശ്വാസികളുടെ, ക്രിസ്തു മത വിശ്വാസികളുടെ, ഒരു മതത്തിലും വിശ്വസിക്കാത്ത നമ്മളെപ്പോലുള്ളൊക്കെ ആൾക്കാർ മറ്റ് ഭക്തി ഇതര സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി വാങ്ങി നിന്ന് കൊടുത്ത ടാക്സ്, അതേപോലെ നമ്മൾ മറ്റ് ഭക്തി ഇതര ജോലികൾ ചെയ്ത് കിട്ടിയതിൻ്റെ വരുമാന ഇൻകം ടാക്സിൻ്റെ ഒരു പങ്ക്, ഇങ്ങനെയുള്ള പൊതുഖജനാവിൽ പണം കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന് ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും ധനികനായ ദൈവങ്ങളിൽ ഒരാളായ പത്മനാഭസ്വാമിക്ക് പോലും നമ്മൾ ഈ രീതിയിൽ വർഷം തോറും ചെലവിന് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്വതന്ത്രചന്ദ്രൻ എന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കംപ്ലീറ്റ് വിശ്വാസികൾക്ക് തന്നെ കൊടുക്കണമെന്നാണ്. വിശ്വാസികൾ അപ്പം മറ്റു കാര്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യണം. എങ്കിൽ ആ ക്ഷേത്രങ്ങളെ പൂജ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വിശ്വാസികൾ തന്നെ അതാത് പ്രദേശത്ത് ആ ക്ഷേത്രത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ ചേർത്ത് പിരിവിട്ട് അത് നടത്തിക്കൊണ്ടു പോകണം. പിന്നെ ഈ ശബരിമല പോലുള്ള എക്സെപ്ഷൻ കേസുണ്ട്, അതിന് ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, വിശ്വാസികളുടെ തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൊണ്ടുപോകാം. അപ്പോൾ വിശ്വാസികൾ നടത്തിയാലും ദേവസ്വം ബോർഡ് നടത്തിയാലും സ്വർണം ചെമ്പാവുകയും മറ്റ് അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ഭക്തന്മാർക്കും തന്ത്രിക്കും തിരുമേനിക്കും എല്ലാം അറിയാം ഈശ്വരൻ ഒന്നും കാണുന്നില്ല, ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച, എനിക്കത് 2018 തോന്നുന്നു ആ വിധി വരുന്നത്. ഇപ്പോൾ ശരിക്കും ആ വിധിയുടെ അവസ്ഥ എന്താണ്? സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ? അതായത് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ് ശരിക്കും? ഈ 2018 സെപ്റ്റംബർ 28 ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. 4 പേര് അതിനെ അനുകൂലിച്ചു, ഒരു ആൾ മാത്രമാണ് അതിനെ എതിർത്തത്. ആൻഡ് അത് അങ്ങനെ ഒരു വിധി വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ദൃക്സാക്ഷികളാണ്. പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾ ഉറക്കമുളച്ചിരുന്ന് ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറുന്നുണ്ടോ എന്ന് നോക്കുകയും ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ അത് തടയുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്ന വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വിധിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ വിധി വന്നതിന് ശേഷം ഏകദേശം 65ഓളം ഹർജികളാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഈ വിധിയെ എതിർത്തുകൊണ്ട്, ഈ വിധി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മതസംഘടനകളും വ്യക്തികളുമായിട്ടുള്ള ആളുകൾ 65ഓളം ഹർജികൾ സമർപ്പിച്ചു. സുപ്രീം കോടതി ഈ ഹർജികളൊക്കെ പരിശോധിച്ചുവെങ്കിലും വിധി സ്റ്റേ ചെയ്തില്ല. പകരം ഇത് പരിശോധിക്കുവാൻ വേണ്ടി ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മാത്രമല്ല, പള്ളികളിലെ സ്ത്രീ പ്രവേശനവും പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഈ മതാചാരങ്ങളിലുള്ള തീരുമാനമെടുക്കേണ്ടത് മതപുരോഹിതനാണോ അതോ സുപ്രീം കോടതിയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സുപ്രധാന ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ലിംഗസമത്വമാണോ അതോ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഭരണഘടനാപരമായ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തേണ്ട കാര്യമായിട്ട് ഇത് മാറി. സ്വതന്ത്ര ചിന്തകർ എന്ന രീതിയിൽ നമ്മുടെ ഒരു അഭിപ്രായം, ഈ സ്ത്രീകളായതിൻ്റെ പേരിൽ, ഇപ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, സ്ത്രീകൾക്കോ സമൂഹത്തിനോ യാതൊരു ഉപകാരമില്ല. പക്ഷേ സ്ത്രീകളായതിൻ്റെ പേരിൽ അവർക്ക് പൊതു ഇടങ്ങൾ നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പൊങ്കാലയായിട്ട് തീർക്കാൻ പോലും സമയമില്ല. ഇനി എൻ്റെ കൂടെ ഇനി ശബരിമല കൂടെ വന്നാൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഭാവിയിൽ, കാരണം ഇത് വരാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ സ്ത്രീകൾ പോയി തുടങ്ങും. പക്ഷേ അത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒരു ദേവപ്രശ്നം വെച്ചിട്ട് ദേവപ്രശ്നത്തിലൂടെ ദേവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞൊരു വിധി വന്നതിന് ശേഷം സ്ത്രീകളൊക്കെ പോയി തുടങ്ങും. കാരണം അതാണ് ആ മതത്തിന് നല്ലത്, എല്ലാവരും പോകുന്നത്. അതെ അതെ. നമ്മുടെ സമയം ഏകദേശം എടുക്കാറായി. അപ്പം ഇനിയും കൺക്ലൂഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹരിവരാസനം ആയിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഇതിലെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ കെട്ടുകഥാണെന്ന് പറയുന്നെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഈ കാര്യങ്ങളിലൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു ബോധം ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത്ര കാര്യങ്ങളിലാണ്, ഇതുപോലുള്ള ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കുന്നത് കുറച്ച് പേരിലെങ്കിലും ഒരു യുക്തിചിന്തയോ അല്ലെങ്കിൽ ചെറിയൊരു സ്പാർക്കോ ഒക്കെ ഉന്നയിക്കാൻ ഇടവരും. മാത്രമല്ല, ഇന്ന് ഈ അയ്യപ്പൻ്റെ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഉണ്ട്. അയ്യപ്പൻ പണ്ടേ രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിശ്വാസവും ഭക്തിയൊക്കെ വന്നത് ഈ നിലയ്ക്കൽ ഒരു സംഭവമുണ്ട്. നിലയ്ക്കൽ 1983 ഒരു തോമാശ്ലീഹയുടെ കുരിശ് നാട്ടിയൊരു സംഭവമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ തോമാശ്ലീഹ നാട്യ എന്ന് പറഞ്ഞാൽ ഈ കുരിശിന് മല എന്നൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഈ നിലയ്ക്കലും തോമാശ്ലീഹ വന്ന് കുരിശ് നാട്ടി എന്ന് പറഞ്ഞ് വന്ന് ഒരു വാദം വരികയും അങ്ങനെ അന്ന് 1 ഹെക്ടർ ഭൂമി എങ്ങാണ്ട് കരുണാകരൻ്റെ കാലഘട്ടത്തിൽ പള്ളി പണിയാൻ കൊടുത്തു. അങ്ങനെ ഒരു 6-7 മാസം നീണ്ടുനിന്ന വലിയ പ്രക്ഷോഭം ഉണ്ടായി. അതായിരുന്നു കേരളത്തിലെ ഹിന്ദു വർഗീയവാദീയ സംഘടനകളുടെ ആദ്യത്തെ സുവർണാവസരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സുവർണാവസരമാണ് നേരത്തെ പറഞ്ഞ സാധനം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ സുവർണാവസരം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അന്ന് മുതലേ വിശ്വാസം അയ്യപ്പൻ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ മുഖ്യ റോള് പങ്കുവഹിക്കുന്ന പോലെ കേരളത്തിൽ പണ്ട് മുതലേ ഇപ്പം കൂടുതൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ മുഖ്യ റോള് വഹിക്കുന്നത് അയ്യപ്പനാണ്. ഈ വിഷയത്തിൽ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ UDFിൻ്റെ പോലും, BJPയുടെ അല്ല, UDFിൻ്റെ പോലും പ്രധാനപ്പെട്ട ഒരു കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് അയ്യപ്പൻ്റെ കേസാണ്. അതിപ്പോൾ LDF ആയിരുന്നു, പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അവർ ഇതിനും ഫലപ്രദമായിട്ട് അത് ഉപയോഗിച്ചേനെ. അപ്പോൾ അയ്യപ്പൻ സജീവ രാഷ്ട്രീയത്തിൽ കടന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെതിരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആൾക്കാരുടെ മനസ്സിലെ ആ ഒരു വിശ്വാസത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുപോകാൻ മാത്രമേ ഇതിൽ നിന്നൊക്കെ പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും എളുപ്പപ്പണിയൊന്നും ഇല്ലല്ലോ. ഒരു കൺക്ലൂഷൻ എന്നായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമലയിൽ ഭക്തജനങ്ങൾ പോകുക എന്ന് പറയുന്നത് ഈ ഒന്ന് പരിസര മലിനീകരണമാണ്. അതിശക്ത 2.5 കോടി മാലിന്യങ്ങളാണ് ഓരോ വർഷവും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൃഗങ്ങൾ മരിക്കുന്നു, പ്ലാസ്റ്റിക് തിന്നിട്ട് ആനയും കാട്ടുപന്നികൾ പോലെ മരിക്കുന്നു. പുഴ മലിനമായിട്ട് അവിടുത്തെ മത്സ്യ ആവാസ്യ വ്യവസ്ഥകൾ തകരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാതാപിതാക്കളുടെ വിശ്വാസ വിഴുപ്പുപാണ്ടുകൾ പേറി ചിന്തിക്കാൻ പോലും പറ്റാത്ത കുട്ടികൾ ശബരിമലയിൽ കയറി ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും മനുഷ്യനും പ്രകൃതിക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ദുരിതം മാത്രമുണ്ടാക്കുന്ന ഒരു വിശ്വാസമായിട്ട് നമുക്ക് ശബരിമലയെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇത്തരം നിരന്തരം സംസാരിക്കുന്നതിലൂടെ ആളുകളിലേക്ക് ഇത് എത്തുകയും ആരെങ്കിലും മാറി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ശബരിമല നമ്മുടെ രാഷ്ട്രീയത്തിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ യൂട്യൂബിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനടിയിൽ ഒരു വീഡിയോ, അയ്യപ്പൻ ബുദ്ധനോ അതോ ചാത്തനോ. അപ്പോൾ അതിനകത്ത് ഓരോ കമൻറ്റുകൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം ഇടയ്ക്കൊരു കമൻറ്റ് വന്നതാണ്, അയ്യപ്പൻ ബുദ്ധനായാലും ചാത്തനായാലും മറുതയായാലും മാടനായാലും എനിക്കില്ല, പക്ഷേ ഞാൻ അയ്യപ്പനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ചൈതന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭക്തൻ, അതായത്
ഒരു സാധാ ഭക്തൻ ഇങ്ങനെ എഴുതിയേക്കാണ്. അപ്പം ഈ ചികിത്സ എന്ന് പറയുന്നത് അയ്യപ്പൻ ആരാണെന്നോ എന്താണെന്നോ എന്നുള്ളതല്ല, ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിനാണ് പ്രശ്നം. അത് അയ്യപ്പനായാലും മാടനായാലും മറുതയായാലും നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെയാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. എസൻസ് പോലുള്ള സംഘടനകൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വേദി, ഒരു അവസരം തന്ന കോഴിക്കോട് ഇങ്ങനൊരു അനുജ്ഞ തന്ന നമുക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ അനുജ്ഞ തന്ന കോഴിക്കോട് എസൻസ് ടീമിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.